ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ എല്ലാവരും രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞിരിക്കും. കഴിക്കാത്തവരും കാണും, കഴിച്ചവരൊക്കെ കാണും. അപ്പോൾ ഞാൻ മഞ്ഞൾ കല്യാണം ഇന്നലെ നമ്മളെ വീഡിയോയിലും നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഇതാ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഇച്ചിരി കഥ പറയാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. അവിടെ നിന്നപ്പോഴേ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റൂല, കഥ പറയാൻ പറ്റൂല എന്നുള്ള ഒരു വിഷമമായിരുന്നു. ഓടിപ്പടച്ചിങ്ങെത്തി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ പോയി കേട്ടോ. 6 മണിയായപ്പോൾ പോയി. ആദ്യം ബ്ലൗസ് എടുത്തിട്ടപ്പോൾ ഉണ്ടല്ലോ ലൂസ് ബോഡിയൊക്കെ ഉണങ്ങി എന്ന് തോന്നുന്നു കേട്ടോ. എന്താ കാരണം എന്നറിയില്ല കേട്ടോ. മുടിയൊക്കെ പാറിപ്പറിഞ്ഞ് കിടക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഓട്ടോയിൽ പോയി കേട്ടോ. 2 വീലറൊന്നും എടുത്തില്ല. ഓട്ടോയിൽ പോയി മക്കളുമായിട്ടൊക്കെ പോയി തിരിച്ച് മക്കളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഒന്ന് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. എല്ലാവരും ബന്ധുക്കളാണ്. ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. കാരണം എന്തെന്നറിയാമോ? എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലർ ക്യാമറയുടെ മുന്നിലും യൂട്യൂബിലൊന്നും വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളാരാണെന്ന് അവർക്കും അറിയില്ല, അവരാരാണെന്ന് എനിക്കും അറിയില്ല. ഇതെല്ലാം അറിയാമെന്നുള്ളവർ അതിൽ കുറേ പേര് ഇതിൽ വരാൻ താല്പര്യമുള്ളവർ കാണും, കുറച്ച് പേര് താല്പര്യമില്ലാത്തവർ കാണും. അതുകൊണ്ട് ഫോൺ എടുത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതിനിടയിൽ മഞ്ഞൾ കല്യാണത്തിൻ്റെ പാട്ടിൽ പിന്നെ കല്യാണപ്പെണ്ണിൻ്റെ കൂട്ടുകാർ ഒരു ഡാൻസൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ഷോട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ആരെയും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തലവേദനയുണ്ട്. ഡൈയൊക്കെ അടിച്ച് പാർലറിൽ പോയി ഇച്ചിരി ത്രെഡ് ചെയ്ത് പിന്നെ അങ്ങനെ പിന്നെ എങ്കിലും പിന്നെ എന്നൊക്കെ വാക്കുകൾ കയറി വരുന്നു. ഇന്നും ലൈവ് വന്നിട്ട് ആൾക്കാരൊന്നും ഇല്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിനിടയിൽ നമുക്ക് കമൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ എന്തുവാ പറയണ? നിങ്ങൾക്കും അങ്ങനെ തോന്നും കേട്ടോ. എനിക്ക് തന്നെ തോന്നുന്നു. ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണാവോ നമ്മുടെ വീട്ടുവിശേഷമൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവരും കാണും കേട്ടോ. വീട്ടുവിശേഷവും നമ്മുടേതായ വളവളപ്പൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവരും കാണും. എന്നാലും നമ്മൾ പാചക വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല, പുറം കാഴ്ച എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാൻ എന്നാ ചെയ്യണം? യൂട്യൂബ് നിർത്തി പോകണോ എന്നാണ് നിങ്ങൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാചക വീഡിയോയും കൂടിയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്താലും ഒക്കെ കണക്കാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ ആയാലും ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടാലും കണ്ടില്ലേലും എപ്പോഴൊക്കെ പറയുന്നത് പോലെയൊക്കെ തന്നെയാണ്. പിന്നെ എന്ത് പറയും? കല്യാണ വീട്ടിൽ പോയിട്ട് എന്ത് പറയും? ഇടിയപ്പ, കുറുമക്കറി, കേസരി, ചായ, ചൂടുവെള്ളം, ഉഴുന്നുവട, ചമ്മന്തി ഒക്കെ ആയിരുന്നു. 2 ഇടിയപ്പം ഞാൻ കഴിച്ചു. ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. ഞാൻ 2 ഇടിയപ്പം കഴിച്ചു. പിന്നെ നമ്മളെ മക്കളൊക്കെ ഉണ്ടല്ലോ, ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കാൻ അങ്ങോട്ട് ഓടും, ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കാൻ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കണ്ണെന്ന് തെറ്റിയ മക്കൾ നിലത്ത് വീണാൽ പിന്നെ നമുക്കത് അതുകൊണ്ട് മക്കളെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുമൊക്കെ മൂത്തയാൾ നല്ല കളിക്കാനൊക്കെ ഇളയാളും നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇളയാളും നടന്നു തുടങ്ങിയപ്പോൾ ചച്ചക്ക അതിൻ്റെ പിന്നാലെ നമ്മൾ ഓട്ടം തന്നെ. ഞാൻ പൊതുവേ എൻ്റെ മൈൻഡ് അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്ന് മാത്രം അറിയാം. എനിക്കിപ്പോൾ എൻ്റെ മൈൻഡ് പോയതാണ് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ശ്രദ്ധ ഒന്നിലോട്ട് പോയാൽ നമ്മുടെ പരിസരത്തൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വണ്ടിയിലൊക്കെ പോയാലും പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധനം വാങ്ങാൻ പോയാലും ഇന്നിപ്പോൾ ഞാൻ നമ്മളിവിടെ അടുത്തൊരു ജംഗ്ഷന് പോയപ്പം ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ തൊട്ടിങ്ങനെ നേരെ ഇറങ്ങി. ഇപ്പോൾ ഒരാൾ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഞാനങ്ങ് പോയി. അവർ വിചാരിച്ച് ഞാൻ അവരെ കണ്ടെന്ന്. അവർ വിളിച്ചപ്പോൾ ഞാൻ കാണണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മദിനിയുടെ മോള്, അതായത് ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മോള്. അവരെ തൊട്ടടുത്ത് എത്തിയിട്ട് പോലും ഞാൻ കാണുന്നില്ല. അത്രയ്ക്കാണ് എൻ്റെ കണ്ണിൻ്റെ പവർ. എന്താ പറയുക, കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളെ ഇങ്ങനെ ഫോൺ ഇതിൽ ക്ലിപ്പിട്ട് ഇങ്ങനെ പിടിച്ചിട്ടേ കൈയൊക്കെ എവിടെയൊക്കെയോ ഉരഞ്ഞു. അപ്പോൾ കൂടുതലും ഞാൻ പറയുന്നില്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വളകൾ. ഒരു കാര്യമുണ്ട്. മെനഞ്ഞാന്നെല്ലാമൊക്കെ ഞാൻ ഒതുക്കി പറക്കി വെച്ച് കേട്ടോ. മെനഞ്ഞാന്നെല്ലാം ഒതുക്കി പറക്കി വെച്ച് ഒരുങ്ങാൻ സമയമായപ്പോൾ ഒച്ചനെയൊന്നും മറന്നു.
വെച്ച സാധനം ഒന്നും മറന്നു പോയി. അതിനിടയ്ക്ക് ഈ ബ്ലൗസ് എടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ, ബ്ലൗസ് ലൂസ്, ബോഡിയൊക്കെ ഉണങ്ങുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു 6 മാസത്തേക്ക് മുന്നേ തച്ചപ്പോൾ നല്ല ടൈറ്റിൽ തച്ച ബ്ലൗസ്, ഇപ്പം അത് ഉണങ്ങി. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ടയറോടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അന്ന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇനി വേറെ ഏതോ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ രണ്ടാമത് സാരി ഉടുത്ത എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത് ബ്ലൗസൊക്കെ ഊരി പിന്നെ വണ്ണമൊക്കെ അടിച്ച് ഇട്ട് പോയപ്പോഴത്തേക്ക് ഒരുങ്ങിയ പാതി ഒരുങ്ങാത്ത പാതിയാണ് വേണം. ഒന്ന് ഞാൻ മുന്നേക്കൂട്ടി വെക്കൂല, നമ്മളൊന്നും മുന്നേക്കൂട്ടി കരുതൂല. അതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. സാരി ഉടുത്തോണ്ടെങ്കിൽ മക്കൾ വിളിക്കുന്ന അതുങ്ങൾ റെഡിയായിരുന്നു. പൗഡർ ഇട്ട പാതി, പൗഡർ ഇടാത്ത പാതി, പൊട്ട് വെച്ച പാതി, പൊട്ട് വെക്കാത്ത പാതി. എനിക്ക് അറിഞ്ഞൂടാ. നെയ് പോളിഷൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അതൊന്നും ഇട്ടില്ല. എങ്ങനെയൊക്കെ ഓടിച്ചാടിയൊക്കെ പോയിട്ട് വന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എന്താ പറയും എന്നും എന്തെങ്കിലുമൊക്കെ പറയും. ചില ദിവസങ്ങളിൽ നമുക്ക് വാചകങ്ങൾ ഇങ്ങനെ വന്ന് മറിയും. ചില ദിവസങ്ങളിലുണ്ടല്ലോ പാചകം ഇങ്ങനെ വന്ന് മറിയും. ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടൂല, കണ്ടൻ്റ് ഒന്നും കിട്ടൂല. പോരത്തിന് നമ്മളിപ്പോൾ ഒരു വേറെ ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമ്മുടെ ഈ കാണുന്നവർ നമ്മുടെ അതിനും കൂടെ പോയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ഈ ചാനലിൽ നമ്മൾ തുടങ്ങി കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അടുത്തൊരു ചാനൽ തുടങ്ങി. എന്തായാലും നമ്മൾ വേഷം കെട്ടി ഇറങ്ങിയില്ലേ, ഇപ്പം ഒന്നല്ലെങ്കിൽ ഒന്നില്ലെങ്കിലും അതിൽ നമ്മൾ എന്തെങ്കിലും കോമഡീസും കാര്യമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങി. പക്ഷെ അതും ഇപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിൽ വീഡിയോ ഇടണം, ഇതിൽ വീഡിയോ ഇടണം, ഇതിൽ ഷോർട്ട് ഇടണം, അതിൽ ഷോർട്ട് ഇടണം, ഇതിൽ ലൈവ് വരണം, അതിൽ ലൈവ് വരണം. ഞാനൊരാളും ഉണ്ട്, എൻ്റെ വിശേഷങ്ങളുണ്ട്. ഞാനും ഒരാളും ഉണ്ട്, എൻ്റെ വിശേഷങ്ങളൊക്കെ. എന്ത് വിശേഷം അതിലും ഇതിലും കൂടെ വാരി കിട്ടും. നിങ്ങൾ തന്നെ പറയണം. മനുഷ്യന് അത്യാഗ്രഹം എത്ര കിട്ടിയാലും തികയില്ല, എത്ര കിട്ടിയാലും തികയില്ല. ഏതെങ്കിലുമൊക്കെ ചേരാന്നേ, ഏതെങ്കിലുമൊക്കെ കയറി ക്ലിക്കാവുന്നതൊക്കെ ആവട്ടെ, പോകുന്നതൊക്കെ പോട്ടെ. നല്ല തലവേദനയുണ്ട് കേട്ടോ. തലവേദന മെനഞ്ഞാന്ന് ചുമ്മാ തട്ടലും മുട്ടലും തന്നെ. അങ്ങോട്ട് പോയി കതവിൽ കയറി ഇടിക്കും, ഇങ്ങോട്ട് പോയി അലമാര കയറി ഇടിക്കും. മെനഞ്ഞാന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ടേ ഇങ്ങനെ ഷവറുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മഗ്ഗിൽ വെള്ളം കോരി കുളിക്കണം. മഗ്ഗിൽ നിന്ന് വെള്ളം കോരി ഇങ്ങനെ കുളിക്കാനും പൈപ്പിൻ്റെ ഇതുണ്ടല്ലോ, ടാപ്പ് വന്ന് തലയിലിടിച്ച് നല്ല വേദനയുണ്ട്. എല്ലാം കിട്ടുന്നത് തന്നെ തലയിൽ തന്നെ. എല്ലാം തലയിൽ കിട്ടി തലയിലുള്ള ബുദ്ധിയെല്ലാം പോയി, ഓർമ്മശക്തി എല്ലാം പോയി, തട്ടും മുട്ടും എല്ലാം തലയിൽ തന്നെ. പിന്നെ എന്തെങ്കിലും മതി കേട്ടാ, എന്നും കാണരുകി തള്ളക്ക് വേറെ വേലയില്ലേന്ന്. അപ്പം ടാറ്റാ ബൈ ബൈ. എല്ലാ പേർക്കും ശുഭരാത്രി, സുഖനിദ്ര.